ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളൊരു 30 ദിവസത്തെ നാട്ടിലെ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് സൗദിയിൽ എത്തിയിട്ടുണ്ട്. ഒരു പെസ്റ്റ് കൺട്രോൾ ടീമിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് ഫുള്ളൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഡീപ്പ് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വൈകുന്നേരം വന്നാൽ മതി, അപ്പോഴത്തേക്ക് അവരെല്ലാം സെറ്റ് ചെയ്തിടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് പോയി കറങ്ങിയിട്ട് വന്നാലോ കാറില്? ഓക്കെ. ഞങ്ങൾ കാറൊക്കെ എടുത്ത് നേരെ ദമാമിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഉച്ചയായി, നല്ല വിശപ്പ്. അപ്പം അവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടു. റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. കൊല്ലംകാരാണ് കേട്ടോ നടത്തുന്നത്. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഊണാണ് കഴിച്ചത്. നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല സ്പേസ് ഉണ്ട്, നല്ല ഫുഡും ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ദ ഹെറിറ്റേജ് വില്ലേജ് ദമാം. അവിടെ എന്ന് പറയുമ്പോൾ ഈ ഹെറിറ്റേജ് വില്ലേജിനകത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് ഇൻഡോർ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഹെറിറ്റേജ് വില്ലേജിനകത്താണ്. എൻട്രി ഫീസ് ഉണ്ട്, ഒരാൾക്ക് 20 റിയാലാണ്. അപ്പോൾ നമ്മൾ ഒരു വട്ടം എൻട്രി ഫീസ് എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റുമായിട്ട് നമുക്ക് 3 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ. ചെല്ലുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ അവർ തരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കുടിച്ചു. ഫുള്ളൊരു ട്രഡീഷണൽ ഫീലാണ് കേട്ടോ. പഴമ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് അവിടെ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതായത് നോക്കി ചെന്ന് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞപ്പോഴാട്ടോ മമ്മിഫൈഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ ഒരു 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 ഭീകര കളക്ഷൻ എന്ന് പറയണം. അമ്മാതിരി ഒരുപാടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു പരുന്ത് അങ്ങനെയുള്ള കുറച്ച് പക്ഷികളായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുമ്പം പിന്നെയും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ആൻറ്റിക്കായിട്ടുള്ള ഒരുപാട് വസ്തുക്കളുണ്ട് അതിനകത്ത് കാണാൻ. പഴയകാല സ്കൂളിങ് അവിടുത്തെ എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് റൂമായിരുന്നു അത് കഴിയുമ്പോഴത്തേക്ക് കുറേ വെപ്പൺസ്, തൂക്കുകളുടെ ഒരു കണ്ടമാന ശേഖരണം ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ പേര് ഡീറ്റെയിൽസ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. ജസ്റ്റ് എല്ലാം നമുക്ക് കാണത്തക്ക രീതിയിൽ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പരശുരാജിക്കകത്തൊക്കെ കാണുന്ന ടൈപ്പ് തോക്കുകളും അതിൻ്റെ വെടിയുണ്ടകളും ഒക്കെ ആട്ടോ ഏട്ടൻ അതാണ് പറയുന്നത്. നമ്മളിതൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമാണല്ലോ. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പഴയ സിനിമകൾ എടുക്കുമ്പം പരശുരാജ, അതുപോലെ ബാഹുബലി, അങ്ങനെയൊക്കെയുള്ള സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ള കുറേ വെപ്പൺസ് നമുക്ക് ഇവിടെ നേരിട്ട് കാണാൻ പറ്റിയിട്ടോ. പഴയ കാല ക്യാമറകൾ, ഫോണുകൾ, അതിൻ്റെ എല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരുപാട് വസ്തുക്കൾ നമുക്കിവിടെ കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാനും സാധിച്ചു. TV, ക്യാമറ, വാച്ച്, ടോയ്സ്, പഴയ പാത്രങ്ങൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഒരുപാടുണ്ട് മമ്മിഫൈഡ് ആയിട്ടുള്ള ആനിമൽസ് എന്ന്. അതാട്ടോ ഈ കാണിക്കുന്നത്. ഞാനതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു. പിന്നെ കാറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ലുക്കാണെന്നറിയോ പണ്ടത്തെ ഈ ഒരു കാറുകളൊക്കെ നേരിട്ട് കാണാനായിട്ട്. ഒരുപാട് കാറുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു വില്ലേജിലേക്കാണ് നമ്മൾ കയറുന്നത്. വില്ലേജ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. അവിടെ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, പെയിൻറ്റിങ്സ്, അവിടെ ഹണിയൊക്കെ ഉണ്ട് കേട്ടോ. ലൈവായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും. നല്ല ഹണി ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു നല്ല വ്യൂ പോയിൻ്റ്. നമുക്ക് ടീ ഒക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ട് അവിടെ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അതിൻ്റെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്, അവിടേക്കാണ് പോയത്. അബി അവിടെ നിന്ന് വലിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ നെസ്റ്റോയിൽ പോയി. കാരണം നേരെ ഇപ്പം തന്നെ ഒത്തിരി വൈകിയിരുന്നു. നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങണമായിരുന്നു കേട്ടോ. അങ്ങനെ നെസ്റ്റോയിൽ നിന്ന് സാധനം വാങ്ങിച്ചു, വീട്ടിലെത്തി. അതെല്ലാം ഞാൻ അടുക്കി പെറുക്കി വെക്കുകയാണ്. വീടെല്ലാം നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ടാസ്ക്. ഞാനപ്പോൾ ജോലികളിലേക്ക് കടന്നു. നമുക്കപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.